ഹരേ കൃഷ്ണ. രാധേ രാധേ. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഗോപന്മാർക്കും കൃഷ്ണഗാഥ ഹാപ്പി ബി ഹാപ്പി എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നക്ഷത്രങ്ങളും ഗണങ്ങളുമാണ്. എല്ലാവർക്കും നക്ഷത്രങ്ങളുണ്ട്. ഹിന്ദു പുരാണം അനുസരിച്ച് ഹിന്ദുക്കൾക്ക് ജനിക്കുമ്പോൾ തന്നെ ഓരോ നക്ഷത്രങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ആ നക്ഷത്രങ്ങൾക്ക് ഗണങ്ങൾ വരുന്നുണ്ട്. 3 ഗണങ്ങളാണ് വരുന്നത്: ദേവഗണം, അസുരഗണം, മനുഷ്യഗണം. ഇനി ദേവഗണത്തിൽ പെടുന്നതുണ്ട്, അസുരഗണത്തിൽ പെടുന്നതുണ്ട്, മനുഷ്യഗണത്തിൽ പെടുന്നതുണ്ട്. അപ്പോൾ ദേവഗണത്തിൽ പെടുന്നത് ആദ്യം പറയാം. അശ്വതി, മകയിരം, പുണർദം, പൂയം, അത്തം, ചോതി, അനിഴം, തിരുവോണം, രേവതി എന്നിവയാണ് ദേവഗണത്തിൽ പെടുന്നത്. അസുരഗണം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാർത്തിക, ആയില്യം, മകം, ചിത്തിര, വിശാഖം, തൃക്കേട്ട, മൂലം, അവിട്ടം, ചതയം ഇവയൊക്കെയാണ് അസുരഗണത്തിൽ പെടുന്നത്. ഇനി അടുത്തത് മനുഷ്യഗണമാണ്. മനുഷ്യഗണത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് ഭരണി, രോഹിണി, തിരുവാതിര, പൂരം, ഉത്രം, പൂരാടം, ഉത്രാടം, പൂരുരുട്ടാതി, ഉത്രട്ടാതി ഇവയെല്ലാമാണ് മനുഷ്യഗണത്തിൽപ്പെടുന്നത്. ഓരോ നക്ഷത്രങ്ങൾക്കും ഗണങ്ങൾ മാത്രമല്ല, അതേപോലെ മൃഗങ്ങൾ വരുന്നുണ്ട്, അതേപോലെ മരങ്ങൾ, വൃക്ഷങ്ങൾ വരുന്നുണ്ട് നാളിൽ, അതേപോലെ ഭാഗ്യ നിറങ്ങൾ, ഭാഗ്യ നമ്പറുകൾ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നക്ഷത്രങ്ങളിൽ ഉണ്ട്. അതെല്ലാം അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. രാധേ രാധേ. എല്ലാ ഗോപന്മാരെയും ഭഗവാൻ കാത്തു പരിപാലിക്കുന്നതിൽ നന്ദി അർപ്പിക്കുന്നു.